Hi students, welcome to Civil Tips PSC. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഈ ഒരു സാനിറ്ററി എഞ്ചിനീയറിംഗ്, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിലുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറേയധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ടും. അപ്പോൾ അതെല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഗ്രേഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫസ്റ്റ് ഗ്രേഡും അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രേഡും തേർഡ് ഗ്രേഡിനൊക്കെ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആസ് പെർ IS 1172/1993 ഇൻ ദ ഡിസൈൻ ഓഫ് വാട്ടർ സപ്ലൈ സ്കീം ഫോർ എ ടൗൺ വിത്ത് ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റം മിനിമം വാട്ടർ സപ്ലൈ ഫോർ ഡൊമസ്റ്റിക് ഡിമാൻഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ 135 LPCD ഉണ്ട്, 200 LPCD ഉണ്ട്, 270 LPCD ഉണ്ട്, 335 LPCD ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ വരിക? നമുക്കവിടെ ചോദിച്ചിരിക്കുന്നത് വിത്ത് ഫ്ലഷിംഗ് സിസ്റ്റമാണ്, വിത്ത് ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ ചോദിച്ചിരിക്കുന്നത് ഏതിൻ്റെയാണ്? ഡൊമസ്റ്റിക് ഡിമാൻഡാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഏതാണ് ആൻസർ വരിക? ആൻസർ പറഞ്ഞേ. ഏതാണ് ആൻസർ വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 200 LPCD ആണ് അവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റമാണ്, വിത്ത് ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റമാണ്. അതിൽ നമുക്ക് ഡൊമസ്റ്റിക് ഡിമാൻഡ് എത്രയാണ് വരുന്നത്? ഡൊമസ്റ്റിക് ഡിമാൻഡ് നമുക്ക് 200 LPCD വരും അല്ലേ. ഡൊമസ്റ്റിക് ഡിമാൻഡ് 200 LPCD വരും. ഇനി അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് ആണെങ്കിലോ, പബ്ലിക് ഡിമാൻഡ് എത്ര വരും? നമുക്ക് 10 LPCD വരും. ഓക്കെ, പബ്ലിക് ഡിമാൻഡ് നമുക്ക് 10 LPCD വരും. ഇനി അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സിലാണെങ്കിലോ, നമുക്ക് 200 LPCD വരും അല്ലേ. 200 LPCD സോറി, ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സിൽ 70 LPCD. ഓക്കെ, ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സിൽ 70 LPCD ആണ് വരുന്നത്. ദെൻ അടുത്ത് നമ്മുടെ ലോസ് ആൻഡ് തീഫ് ആണെങ്കിലോ, നമുക്ക് 55 LPCD വരും. ഓക്കെ, 55 LPCD വരും. ഇത് ഏതാണ്? വിത്ത് ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റമാണ് വരുന്നത്. ഇനി ഇതിൽ തന്നെ വിത്തൗട്ട് ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റം ആണെങ്കിൽ എന്ത് ഡിഫറൻസ് ആണ് വരുന്നത്? നമുക്കൊരു ഡൊമസ്റ്റിക്കിൽ 200 എന്നത് മാറി 135 LPCD വരും. ഓക്കെ, ഡൊമസ്റ്റിക്കിൽ 200 മാറിയിട്ട് 135 LPCD വരും. ബാക്കി സെയിം തന്നെയാണ്. ഓക്കെ, നമ്മുടെ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യലിന് 70 LPCD തന്നെയാണ്. അതുപോലെ തന്നെ പബ്ലിക് ഡിമാൻഡിന് 10 LPCD ആണ്. അതുപോലെ തന്നെ ലോസസ് ആൻഡ് തീഫിന് 55 LPCD ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മിക്ക എക്സാമിനും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കി വെച്ചിട്ട് ഇതും അതുപോലെ തന്നെ ഇതിൻ്റെ പെർസെൻറ്റേജും ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ദ സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ ഫോർകാസ്റ്റിംഗ് പോപ്പുലേഷൻ ഇൻ യങ് ആൻഡ് റാപ്പിഡ് ഡെവലപ്പിംഗ് സിറ്റി. ഓക്കെ, ഏതാണ്? അരിത്തമെറ്റിക് ഉണ്ട്, ജിയോമെട്രിക് ഉണ്ട്, കമ്പാരിറ്റീവ് ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് ഏതാണ്? യങ് ആൻഡ് റാപ്പിഡ്ലി ഡെവലപ്പിംഗ് സിറ്റീസ് ആണല്ലേ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണ് ആൻസർ വരിക? ആൻസർ വരുന്നത് ഏതാണ്ടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണല്ലോ. ഓപ്ഷൻ ബി ആണ്. ജിയോമെട്രിക് മീൻ മെത്തേഡ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ജിയോമെട്രിക് മീൻ മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യങ് ആൻഡ് റാപ്പിഡ് അവിടെ വരുന്നത്. യങ് ആൻഡ് റാപ്പിഡ്ലി പോപ്പുലേഷൻ വരുന്നത് അവിടെയാണ്. ഇനി നമ്മുടെ ഏതാണ്? നമ്മുടെ ഓൾഡ് ഡെവലപ്ഡ് സിറ്റീസ് ആണെങ്കിലും അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓൾറെഡി സാച്ചുറേറ്റഡ് പോയിന്റിൽ നിൽക്കുന്ന സിറ്റീസിലൊക്കെ ആണെങ്കിൽ ഏത് വരാം? നമുക്ക് അവിടെ അരിത്തമെറ്റിക് മീൻ മെത്തേഡ് വരാം, അല്ലെ അരിത്തമെറ്റിക് മീൻ മെത്തേഡ് വരാം. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യം നോക്കാം. മാക്സിമം കൺസപ്ഷൻ ഓഫ് വാട്ടർ ഈസ് നോട്ട് ഈസ്ഡ് ഇൻ. ഓക്കെ, മാക്സിമം കൺസപ്ഷൻ ഓഫ് വാട്ടർ താഴെ തന്നിരിക്കുന്നവർ ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷനിൽ പേപ്പർ ഫാക്ടറി ഉണ്ട്, സ്റ്റീൽ പ്ലാന്റ് ഉണ്ട്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഉണ്ട്, ഫൗണ്ടറി ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ വരിക? മാക്സിമം കൺസപ്ഷൻ ഓഫ് വാട്ടർ വരുന്നത് ഏതിലാണ്? ആൻസർ ഏതാണ് വരിക? ചെക്ക് ചെയ്ത് ആൻസർ ഏതാ വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. പേപ്പർ ഫാക്ടറിയിലാണ് കൂടുതൽ നമ്മൾ വാട്ടർ കൺസപ്ഷൻ വരുന്നത്. ഓക്കെ, നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ നമ്മൾ വെറുതെ അങ്ങനെ യൂസ് ചെയ്ത് കളയാറുണ്ട്. നമ്മൾ ഇപ്പം ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കുറേ ടിഷ്യൂ പേപ്പറൊക്കെ നമ്മൾ എടുക്കുമല്ലേ. അപ്പോൾ അതൊക്കെ കുറേ അധികം വാട്ടർ യൂസ് ചെയ്തിട്ടാണ് അത് നിർമ്മിക്കുന്നത് ഫാക്ടറികളൊക്കെ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ മാക്സിമം കൺസപ്ഷൻ ഓഫ് വാട്ടർ വരുന്നത് പേപ്പർ ഫാക്ടറിയിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഓക്കെ, ദെൻ നാലാമത്തെ ചോദ്യം നോക്കാം. ദ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ അപ്ലൈഡ് ടു ഒബ്റ്റെയിൻ പീക്ക് അവർലി ഡിമാൻഡ് ഇൻ റിലേഷൻ ടു ദ ആവറേജ് ഡെയിലി ഡിമാൻഡ്. ഓക്കെ, ഏതാ വരിക? മൾട്ടിപ്ലൈയിങ് ഫാക്ടർ അപ്ലൈഡ് ടു ഒബ്റ്റെയിൻ പീക്ക് അവർലി ഡിമാൻഡ് ഇൻ റിലേഷൻ ടു ദ ആവറേജ് ഡെയിലി ഡിമാൻഡ്. പീക്ക് അവർലി ഡിമാൻഡാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പീക്ക് അവർലി ഡിമാൻഡാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരിക? ആൻസർ ഏതാണ്? ഓപ്ഷനിൽ 1.5 ഉണ്ട്, 1.8 ഉണ്ട്, 2 ഉണ്ട്, 2.7 ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ വരിക? ആൻസർ ഏതാ വരിക?
നമുക്കറിയാം ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണല്ലേ. ഓപ്ഷൻ ഡി ആണ്. 2.7 ആണല്ലേ. 2.7 ആണ് അവർലി ഡിമാൻഡിൽ വരുന്നത്. ഇനി ഈ ഒരു 1.5 എന്തിൻ്റെ റിലേഷനായിട്ട് നമുക്ക് പറയാം? നമ്മുടെ ഈ ഒരു മാക്സിമം അവർലി ഡിമാൻഡ് കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുക? മാക്സിമം ഡെയിലി ഡിമാൻഡ്. ഓക്കെ, മാക്സിമം ഡെയിലി ഡിമാൻഡിനെ 1.5 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഈ മാക്സിമം ഡെയിലി ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പറയാം? മാക്സിമം ഡെയിലി ഡിമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് 1.8 ഇൻറ്റു ആവറേജ് ഡെയിലി ഡിമാൻഡ് എന്ന് പറയാം. ഓക്കെ, ഇൻറ്റു 1.5 എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഈ 1.5 വരുന്നത് ഓർമ്മിക്കുക. 1.5 വരുന്നത് നമ്മുടെ അവർലി ഡിമാൻഡിൽ 1.5 ഇൻറ്റു മാക്സിമം ഡെയിലി ഡിമാൻഡാണ് അതിൻ്റെ ആ ഒരു ഇക്വേഷനായിട്ട് വരുന്നത്. നമുക്കതിൽ മാക്സിമം ഡെയിലി ഡിമാൻഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1.8 ഇൻറ്റു ആവറേജ് ഡെയിലി ഡിമാൻഡ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻസ് തന്നിരിക്കും. ഇപ്പോൾ ഇവിടെ 2.7 ഇല്ല എങ്കിൽ നമുക്ക് ഏതൊക്കെ എഴുതാം? നമുക്ക് ചിലപ്പോൾ 1.8 ചിലപ്പോൾ ആൻസർ ആയിട്ട് വന്നേക്കാം, 1.5 ഒക്കെ ആൻസർ ആയിട്ട് നമുക്ക് മനസ്സിൽ തോന്നിയേക്കാം. ഓക്കെ, അപ്പോൾ അത് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിക്കുക. ഇവിടെ പീക്ക് അവർലി ഡിമാൻഡാണ് ചോദിച്ചിരിക്കുന്നത്. പീക്ക് അവർലി ഡിമാൻഡാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ 2.7 ആണ് വരുന്നത്. ഓക്കെ, then next question, per capita consumption decrease when? Okay, per capita consumption decrease ആകുന്നത് എപ്പോഴെന്നാണല്ലേ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ യൂസ് ഓഫ് മെട്രിക് സിസ്റ്റം ഈസ് അഡോപ്റ്റഡ്, ഹോട്ട് ക്ലൈമറ്റ് പെർസിസ്റ്റന്റ്, ഗുഡ് ക്വാളിറ്റി വാട്ടർ ഈസ് സപ്ലൈഡ്, ഓൾ ദ എബവ്. ഓക്കെ, ഏതാണ് വരുന്നത്? പെർ ക്യാപിറ്റ കൺസപ്ഷൻ കുറവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. യൂസ് ഓഫ് മെറ്ററിംഗ് സിസ്റ്റം ഈസ് അഡോപ്റ്റഡ്. മെറ്ററിംഗ് സിസ്റ്റം അവിടെ കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പെർ ക്യാപിറ്റ കൺസപ്ഷൻ കുറയുന്നത്. ഈ ഹോട്ട് ക്ലൈമറ്റിലൊക്കെ അത് കൂടത്തേ ഉള്ളൂ അല്ലേ. ഗുഡ് ക്വാളിറ്റി വാട്ടർ ആണെങ്കിൽ നമ്മളത് കൂടുതൽ വെള്ളം അവിടെ യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ആറാമത്തെ ചോദ്യം, ഇൻ എ സിറ്റി ഹാവിംഗ് പോപ്പുലേഷൻ അപ്രോക്സിമേറ്റ്ലി as 8 lakh ദ പെർ ക്യാപിറ്റ ഡിമാൻഡ് ഓഫ് വാട്ടർ വിൽ ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ എ സിറ്റി ഹാവിംഗ് പോപ്പുലേഷൻ അപ്രോക്സിമേറ്റ്ലി as 8 lakh, അതുപോലെ തന്നെ പെർ ക്യാപിറ്റ ഡിമാൻഡ് ആണല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ ഏതാ വരിക? ഓപ്ഷനിൽ 120 to 140 ലിറ്റർ ഉണ്ട്, 180 to 200 ലിറ്റർ ഉണ്ട്, 160 to 180 ലിറ്റർ ഉണ്ട്, 100 to 120 ലിറ്റർ ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ വരിക? ആൻസർ ഏതാണ് വരുന്നത്? നമുക്ക് ഓപ്ഷൻ ബി പറയാമല്ലോ. ഓപ്ഷൻ ബി പറയാം. ഓക്കെ, ഓപ്ഷൻ ബി പറയാം. നമുക്ക് ഇവിടെ ഇന്ന സിറ്റി എന്നാണ് പറയുന്നത്. സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു അർബൺ ഏരിയ ആണല്ലോ. അവിടെ നമുക്ക് 200 മാക്സിമം വരുന്നതല്ലേ. 200. സോ 180 to 200 നമുക്കവിടെ ആൻസർ ആയിട്ട് പറയാം. ഓക്കെ, ദെൻ ഏഴാമത്തെ ചോദ്യം, പിക്കപ്പ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോവിങ് റിഗാർഡിംഗ് ഫയർ ഹൈഡ്രൻറ്റ്. ഓക്കെ, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷനിൽ ഫയർ ഹൈഡ്രൻറ്റ് ആർ ഫിറ്റഡ് ഇൻ വാട്ടർ മെയിൻസ് അറ്റ് 100 മീറ്റർ to 150 മീറ്റർ എപ്പാർട്ട് അറ്റ് ഫയർ. ബി പറയുന്നത് ദ മാക്സിമം വാട്ടർ പ്രഷർ ഹൈഡ്രൻറ്റ് ഈസ് കെപ്റ്റ് 1.5 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ദെൻ ദ വാട്ടർ at pressure 1 to 1.5 kilogram centimeter square is made available for 4 to 5 hours for constant use. Option D, none of these. ഓക്കെ, ഇതിലേതാണ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഫയർ ഡിമാൻഡിൽ അവിടുത്തെ ആ ഒരു പ്രഷർ എത്രയാണ്? പ്രഷർ പറയുന്നത് 1 to 1.5 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അവിടുത്തെ പ്രഷർ പറയുന്നത്. അതും എത്ര റേറ്റിലാണ് പറയുന്നത്? 1100 ആണല്ലേ. 1100 ലിറ്റർ പെർ മിനിറ്റ് ആണ് പറയുന്നത് അല്ലേ. റേറ്റ് എത്രയാണ്? 1100 ലിറ്റർ പെർ മിനിറ്റ് ആണ്. ദെൻ അതുപോലെ തന്നെ എത്ര മണിക്കൂറാണ് പറയുന്നത്? 4 to 5 hours എന്നും പറയുന്നുണ്ടല്ലേ. 4 to 5 hours എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഫയർ ഹൈഡ്രൻറ്റ് ആർ ഫിറ്റഡ് ഇൻ വാട്ടർ മീൻസ് 100 മീറ്റർ 150 മീറ്റർ പാർട്ട് ഫയർ, ആ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആൻസറായിട്ട് എടുത്തിരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ അന്ന് ആൻസറായിട്ട് എടുത്തിരുന്നത്. കാരണം ഈ ഒരു ചില ടെസ്റ്റുകളിൽ ഈ വാല്യൂ 100 to 300 മീറ്റർ ഒന്നും കാണാറുണ്ട്. ഓക്കെ, ചില നമ്മൾ റെഫറൻസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ്. അതിൽ ഈ 100 മുതൽ 300 എന്ന വാല്യൂസും കാണാറുണ്ട് ചില ടെസ്റ്റുകളിൽ. ഓക്കെ, ഒരു ടെസ്റ്റിൽ ഈ ഒരു വാല്യൂയും ഒരു ടെസ്റ്റിൽ ഈ ഒരു വാല്യൂ ആണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അന്നത്തെ ആൻസർ കീ ആയിട്ട് ആൻസറിൽ ഈ ഒരു ഓപ്ഷൻ എ ആണ് അവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുത്തിരുന്നത്. ഓക്കെ, നമ്മൾ മറ്റൊരു ടെസ്റ്റ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ 100 to 150 എന്ന് പറയുന്നതും ശരിയാണ്. പക്ഷേ അന്നത്തെ ഓപ്ഷനിൽ ഈ ഒരു ഓപ്ഷൻ എ ആണ് അവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുത്തിരുന്നത്. ഓക്കെ, അതല്ല എന്നുള്ളത് നമുക്ക് ഏത് പറയാം? നമുക്ക് നൺ ഓഫ് ദീസ് എന്ന് പറയാം. കാരണം
ഇവിടെ മാക്സിമം വാട്ടർ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 1.5 kg/cm², ആണല്ലോ. 1 to 1.5 kg. അപ്പോൾ മാക്സിമം എന്ന് പറയുന്നത് 1.5 ആണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അതുപോലെ തന്നെ 4 to 5 hours എന്ന സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണല്ലേ. സോ നമുക്കിവിടെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നൺ ഓഫ് ദീസ് എന്ന ഓപ്ഷനും വരും. പക്ഷേ ഇവിടെ ഓപ്ഷൻ എ ആയിരുന്നു അവിടെ നിന്ന് കറക്റ്റ് ആൻസറായിട്ട് പിക്ക് ചെയ്തിരുന്നത്. ഓക്കെ, അതൊക്കെ നമ്മുടെ PSC ആൻസർ സെലക്ട് ചെയ്യുമ്പോൾ ഇരിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ചോദ്യം അസേർഷൻ ആണ്. അസേർഷൻ എ പറയുന്നത് എ ഫ്യൂച്ചർ പോപ്പുലേഷൻ ഈസ് പ്രെഡിക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് നോളജ് ഓഫ് സിറ്റി ആൻഡ് ഇറ്റ്സ് എൻവിയോൺമെൻറ്റ്. ഓക്കെ, റീസൺ പറയുന്നത് ദ ഫ്യൂച്ചർ പോപ്പുലേഷൻ ഡിപ്പെൻഡ് ഓൺ ദ ട്രേഡ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദ സിറ്റി, ഡിസ്കവറി ഓഫ് മിനറൽ ഡിപ്പോസിറ്റ്, പവർ ജനറേഷൻ എക്സെട്ര. ഓക്കെ, ഇതിൽ ഏതാണ് ആൻസർ? ഏതാണ്? നമുക്കറിയാം ഓപ്ഷനിൽ ബോത്ത് എയും ആറും ട്രൂ എന്ന് പറയുന്നുണ്ട്. ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ആ ഒരു തരത്തിലുള്ള ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ വരിക? ആൻസർ ഏതാ വരിക? അസേർഷൻ പറയുന്നത് ദ ഫ്യൂച്ചർ പോപ്പുലേഷൻ ഈസ് പ്രെഡിക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് നോളജ് ഓഫ് സിറ്റി ആൻഡ് ഇറ്റ്സ് എൻവിയോൺമെൻറ്റ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അതുപോലെ the future population depends on the trade and expansion of the city, discovery of mineral deposit, power generation etc. ഓക്കെ, അതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. ആൻസർ ഏതാ വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 9ാമത്തെ ചോദ്യം എ പൈപ്പ് സങ്ക് ഇൻ ടു ദ ഗ്രൗണ്ട് ടു ടാപ്പ് ദ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഈസ് കാൾഡ്. ഓക്കെ, പൈപ്പ് സങ്ക് ഇൻ ടു ദ ഗ്രൗണ്ട് ടു ടാപ്പ് ദ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഈസ് കാൾഡ്. ഏതാണ്? ഓപ്ഷനിൽ ഓപ്പൺ വെല്ലുണ്ട്, ട്യൂബ് വെല്ലുണ്ട്, ആർട്ടീഷ്യൻ ഉണ്ട്, ഇൻഫിൽട്രേഷൻ ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ വരിക? ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ട്യൂബ് വെല്ലാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 10ാമത്തെ ചോദ്യം. അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടല്ലേ? അപ്പം കിട്ടുന്നുണ്ടല്ലോ, ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാതെ ഞാൻ തന്നെ ആൻസർ പറയുന്നത് കേട്ട് നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് പെട്ടെന്ന് ആൻസർ പിക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡിസ്കഷൻ കൊണ്ട് യൂസ്ഫുൾ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 10ാമത്തെ ചോദ്യം എമംഗ് ദ ഫോളോവിങ് വിച്ച് ഈസ് നോട്ട് ക്ലാസിഫൈഡ് അണ്ടർ സർഫേസ് സോഴ്സ് ഓഫ് വാട്ടർ. ഏതാണ് വരിക? ഓപ്ഷനിൽ സ്ട്രീംസ് ഉണ്ട്, സ്റ്റോർഡ് ഇൻ വാട്ടർ ഉണ്ട്, സ്പ്രിംഗ് ഉണ്ട്, ഇമ്പൗണ്ടഡ് റിസർവോയർ ഉണ്ട്. ഓക്കെ, ഏതാണ് വരിക? നോട്ട് ക്ലാസിഫൈഡ് അണ്ടർ സർഫേസ് സോഴ്സ് എന്നാണ് പറയുന്നത് അല്ലേ. നോട്ട് ക്ലാസിഫൈഡ് അണ്ടർ സർഫേസ് സോഴ്സ് ആണ് പറയുന്നത്. ഏതാണ് വരിക ആൻസർ? ആൻസർ ഓപ്ഷൻ സി ആണല്ലോ. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നോട്ട് എ ക്ലാസിഫൈഡ് അണ്ടർ സർഫേസ് സോഴ്സ് എന്നാണ് പറയുന്നത്. Then next question, the purpose of recarbonization unit after lime soda process of water softening is. Okay, ഏതാണ്? ഓപ്ഷനിൽ റിമൂവൽ ഓഫ് എക്സസ് സോഡ ഫ്രം വാട്ടർ ഉണ്ട്, റിമൂവൽ ഓഫ് നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് ഉണ്ട്, റിക്കവറി ഓഫ് ലൈം ഉണ്ട്, കൺവേർഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ്സ് ഇൻറ്റു സൊല്യൂബിൾ ഫോം ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ വരിക? ക്വസ്റ്റ്യൻ ഇതാണ്, ദ പർപ്പസ് ഓഫ് റീകാർബണൈസേഷൻ യൂണിറ്റ് ആഫ്റ്റർ ലൈം സോഡ പ്രോസസ് ഓഫ് വാട്ടർ സോഫ്റ്റനിങ് ഈസ്. ഓക്കെ, ഏതാണ് ആൻസർ വരിക? ചെക്ക് ചെയ്തേ. ആൻസർ ഏതാ വരിക? ആൻസർ ഏതാടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. കൺവേർഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ്സ് ഇൻറ്റു സോലിബിൾ ഫോംസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 12ാമത്തെ ചോദ്യം അസേർഷൻ പറയുന്നത് ആൻ എപ്പിഡമിക് ഓഫ് ഇൻഫെക്ഷൻ ഈസ് ഹെപ്പറ്റൈറ്റിസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഡ്രിങ്കിങ് കണ്ടാമിനേറ്റഡ് വാട്ടർ. റീസണിൽ സിൻസ് ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ബാക്ടീരിയ ഇറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഫിൽട്രേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ ഓഫ് വാട്ടർ. ഏതാണ് ആൻസർ വരിക? ആൻസർ ഏതാണെന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്തേ. ആൻസർ ഏതാ പറയുക? നമുക്ക് ആ ഒരു ഡിസീസിൻ്റെ പോർഷൻ എന്നാണല്ലേ വന്നിരിക്കുന്നത്. ഏതാണ് ആൻസർ? പെട്ടെന്ന് ചെക്ക് ചെയ്തേ. ഏത് ഓപ്ഷൻ വരും? നമുക്കിവിടെ ഓപ്ഷൻ സി പറയാൻ പറ്റില്ല. എ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, പക്ഷേ ബി അതായത് റീസൺ പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. നമുക്കവിടെ ആ ഒരു ഹെപ്പറ്റൈറ്റിസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏതിലാണ്? നമുക്ക് ഏതിലാണ്? വൈറസ് വഴിയാണല്ലോ അത് ട്രാൻസ്മിറ്റ് ആവുന്നത്, ബാക്ടീരിയ വഴിയല്ല, വൈറസ് വഴിയാണ് അത് ട്രാൻസ്മിറ്റ് ആവുന്നത്. സോ ഓപ്ഷൻ റീസൺ എന്ന് പറയുന്നത് അവിടെ റോങ് ആണല്ലോ, റോങ് ആണ്. സോ ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മുടെ കുറച്ച് ഡിസീസൊക്കെ ഒന്ന് നോക്കാം. നമ്മുടെ കോളറ ആണെങ്കിലോ, കോളറ നമുക്ക് ബാക്ടീരിയ ആണല്ലേ, ബാക്ടീരിയ ഡിസീസിൽ വരുന്നതാണ്, ബാക്ടീരിയ കാറ്റഗറിയിൽ വരുന്നതാണ്.
ടൈഫോയിഡും ബാക്ടീരിയയിൽ വരുന്നതല്ലേ. അപ്പോൾ ബാക്ടീരിയയിൽ വരുന്നത് ഏതൊക്കെയാണ്? നമുക്ക് കോളറ പറയാം, അതുപോലെ തന്നെ ടൈഫോയിഡ് പറയാം, അതുപോലെ തന്നെ ഡിസെൻട്രി, അതായത് നമ്മുടെ ഷിഗ്ല ഡിസെൻട്രി ഒക്കെ നമ്മുടെ ബാക്ടീരിയയിലാണ് വരുന്നത്. അതുപോലെ തന്നെ പാരാ ടൈഫോയിഡ് ഒക്കെ നമ്മുടെ ബാക്ടീരിയയിലാണ് വരുന്നത്. ഓക്കെ, ഇനി വൈറസ് ആണെങ്കിലോ വൈറസ് നമുക്ക് പോളിയോ പറയാം, അതുപോലെ തന്നെ ജോണ്ടൈസ് ഒക്കെ വൈറസിലാണ് വരുന്നത്. ഓക്കെ, ഇനി പ്രോട്ടോസോവയിലാണെങ്കിലോ പ്രോട്ടോസോവയിൽ വരുന്നത് അമിയോബിക് ഡിസെൻട്രിയാണ് നമ്മുടെ ആ ഒരു പ്രോട്ടോസോവയിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 13ാമത്തെ ചോദ്യം നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. എ പറയുന്നത് ദ ഗ്രിഡ് അയൺ സിസ്റ്റം റിക്വയർഡ് മോർ ലെങ്ത് ഓഫ് പൈപ്പ് ലൈൻസ് ആൻഡ് ലാർജർ നമ്പർ ഓഫ് കട്ട് ഓഫ് വാൾവ്സ്. ബിയിൽ ദ ഡിസൈൻ ഓഫ് ഗ്രിഡ് അയൺ സിസ്റ്റം ഈസ് ഡിഫിക്കൾട്ട് ബട്ട് എക്കണോമിക്കൽ. സി പറയുന്നത് എംപ്ലോയിങ് എ ഗ്രിഡ് അയൺ സിസ്റ്റം ദ ഡെഡ് എൻഡ് ആർ കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ്. ഓക്കെ, ഡി പറയുന്നത് എംപ്ലോയിങ് എ ഗ്രിഡ് അയൺ സിസ്റ്റം പെർമിറ്റ് മോർ വാട്ടർ ടു ബി ഡൈവേർട്ടഡ് ടുവേഴ്സ് ദ അഫക്റ്റഡ് പോയിന്റ് ഫ്രം വേരിയസ് ഡയറക്ഷൻ. ഓക്കെ, വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ചെക്ക് ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. ചെക്ക് ചെയ്തേ ഏതാണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഇതുവരെയുള്ളൂ. വേരിയസ് ഡയറക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ എന്നാണ് വരുന്നത്. ഓക്കെ, ഏതൊക്കെ പറയാം നമുക്ക്? ഏതൊക്കെ പറയാം? ഓക്കെ, നമുക്ക് ഏതൊക്കെ പറയാടാ? The grid iron system require more length of pipe and larger number of cut off walls അല്ലേ. അത് കറക്റ്റാണല്ലേ, അത് കറക്റ്റാണ്. ദെൻ അതുപോലെ നമ്മുടെ സി സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ദെൻ അതുപോലെ ഡിയും കറക്റ്റാണ്. സോ നമുക്ക് ഓപ്ഷൻ ബി പറയാം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 1ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റാണല്ലേ. സോ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 14ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് പെയർ ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. ചെക്ക് വാൾവ് എന്ന് പറയുന്നത് ടു ചെക്ക് വാട്ടർ ഫ്ലോ ഇൻ ഓൾ ഡയറക്ഷൻ, സ്ലൂയിസ് വാൾവ് ടു കൺട്രോൾ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ പൈപ്പ് ലൈൻ, എയർ വാൾവ് ടു റിലീസ് ദ അക്യുമുലേറ്റഡ് എയർ, സ്ക്വയർ വാൾവ് ദ റിമൂവ് സിൽറ്റ് ഇൻ പൈപ്പ് ലൈൻ. ഓക്കെ, ഏതാണ് കറക്റ്റ് ആൻസർ വരിക? നമുക്ക് വിച്ച് വൺ ഓഫ് നോട്ട് കറക്റ്റ്ലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുമല്ലേ. സോ ഓപ്ഷൻ എ. ഒക്കെ, ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 15ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ട്രീറ്റ്മെൻറ്റ് റെഡ്യൂസ് സാലിനിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, ഓപ്ഷനിൽ ഫ്ലാഷ് മിക്സിംഗ് ആൻഡ് സെഡിമെൻറ്റേഷൻ ഉണ്ട്, ഇലക്ട്രോ ഡൈലൈസിസ് ഉണ്ട്, റിവേഴ്സ് ഓസ്മോസിസ് ഉണ്ട്, ഫ്രീസിംഗ് ഉണ്ട്, ഫിൽട്രേഷൻ ഉണ്ട്. കറക്റ്റ് ആൻസർ ആണ് നമുക്ക് പിക്ക് ചെയ്യേണ്ടത് അല്ലേ. ഏതൊക്കെ വരാം? ആൻസർ ഏതാ വരിക? നമുക്ക് ഇത് പറയാം, ഇലക്ട്രോ ഡയാലിസിസ് പറയാം, അതുപോലെ തന്നെ റിവേഴ്സ് ഓസ്മോസിസ് വരും, ദെൻ ഫ്രീസിങ് വരും. ഓക്കെ, ഫ്രീസിങ് വരും. 2, 3, 4 ശരിയാണല്ലേ. സോ ഏത് പറയാം? ഓപ്ഷൻ ബി പറയാം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 16ാമത്തെ ചോദ്യം, എ വാൾവ് വിച്ച് ഓപ്പറേറ്റ് ഓട്ടോമാറ്റിക്കലി വെൻ ദ പ്രഷർ ഇൻ ദ പൈപ്പ് എക്സീഡ് ദ സെറ്റ് പ്രഷർ ഈസ് കോൾഡ്. ഓക്കെ, ഏതാണ് ആൻസർ വരിക? ഓപ്ഷനിൽ സേഫ്റ്റി വാൾവ് ഉണ്ട്, അതുപോലെ തന്നെ റിലീഫ് വാൾവ് ഉണ്ട്, സ്ലൂയിസ് വാൾവ് ഉണ്ട്, അതുപോലെ തന്നെ റിഫ്ലക്സ് വാൾവ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ വരിക? ചെക്ക് ചെയ്തേ, പെട്ടെന്ന് ചെക്ക് ചെയ്തേ. ആൻസർ ഏതാ വരിക? ഓപ്ഷനിൽ ഏതൊക്കെയുണ്ട്? സേഫ്റ്റി വാൾവ് ഉണ്ട്, റിലീഫ് വാൾവ് ഉണ്ട്, സ്ലൂയിസ് വാൾവ് ഉണ്ട്, റിഫ്ലക്സ് വാൾവ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്, റിലീഫ് വാൾവ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the purpose of providing balancing reservoir in a water supply distribution system is to. Okay, എ പറയുന്നത് equalize pressure in the distribution system, store adequate quantity of water to meet the requirements in case of breakdown of inflow, store adequate fire fighting reserve, take care of fluctuations in the rate of consumption. ഏതാണ് ആൻസർ വരിക? ആൻസർ ഏതാ വരിക? The purpose of providing a balancing reservoir in a water supply distribution system എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഏതാണ് വരിക? ഓക്കെ, ചെക്ക് ചെയ്തോ, ആൻസർ ചെക്ക് ചെയ്തേ. ഏതാണ് കറക്റ്റ് ആൻസർ? കൂടുതൽ ആക്യുറേറ്റ് വരുന്നത് നമുക്ക് ഏത് പറയാം? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 12ാമത്തെ ചോദ്യം, ദ വാട്ടർ ടാപ്പ് ഈസ് യുവർ ഹൗസ് ഈസ് നോൺ ആസ്. ഓക്കെ, ഏതാണ് ഓപ്ഷനിൽ? സ്ലൂയിസ് ടാപ്പ് ഉണ്ട്, സ്റ്റോപ്പ് കോക്ക് ഉണ്ട്, ബിബ് കോക്ക് ഉണ്ട്, ഫെറുല ഉണ്ട്. ഓക്കെ, ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ? നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ ടാപ്പിന് എന്താ പറയുക? ഓക്കെ, എന്താ പറയുക? ബിബ് കോക്ക് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ബിബ് കോക്ക് ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ നല്ല രീതിയിൽ പഠിക്കുക. നമുക്ക് ഈ ഒരു ജൂലൈ സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ്, അതുപോലെ തന്നെ സെപ്റ്റംബർ, ഓഗസ്റ്റിലൊക്കെ നമുക്ക് എക്സാമുകൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്.
അപ്പോൾ ബ്രേക്ക് ആവാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഈ ഒരു വർഷത്തിൽ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ കയറാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം നമുക്കിനി വരുംതോറും നോട്ടിഫിക്കേഷൻസിൻ്റെ എണ്ണം കുറഞ്ഞു വന്നേക്കാം ഒരു പക്ഷേ. ഓക്കെ, സോ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നമുക്കിനിയിപ്പോൾ ഈ ഒരു സെക്കൻഡ് ഗ്രേഡ് എക്സാം, ജൂലൈയിലേക്ക് സെക്കൻഡ് ഗ്രേഡ് എക്സാം ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇനിയെങ്കിലും നല്ല രീതിയിൽ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നല്ലൊരു ചാൻസാണിത്. സോ താങ്ക് യു.